വെൽക്കം ബാക്ക് ടു FTT. എന്താണ് മെയിൻ ഡ്രൈവർ കിടന്ന നമ്മളിന്ന് കാലത്ത് 5:30 നീറ്റ കാരണം പിന്നെ നമുക്ക് ഇന്ന് 500 കിലോമീറ്റർ ഉണ്ട്, 8.5-9 മണിക്കൂറുണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഒരു 1 hour പവർ നാപ്പ് എടുത്തിട്ട് ബാക്കി ആവാം. അതുവരെ പപ്പ ഡ്രൈവർ ഓടിക്കട്ടെ. നല്ല നേരെ കിടക്കണ വഴിയാ. അതെ അതെ, ഹൈവേ എത്ര അടിപൊളിയല്ല. സാധാരണ ഹൈവേ കേരളത്തിലേക്കുള്ള പോലത്തെ. പിന്നെ കേരളത്തിൽ ഇല്ലാത്ത വേറൊരു സംഭവം, ആൾക്കാർ എതിരെയൊക്കെ വരും. ഈ വഴി കൂടെ അങ്ങോട്ട് പോണ ലൈനിൽ കൂടെ ഇങ്ങോട്ട് തന്നെ വരും. അങ്ങനെയൊക്കെയുള്ള പ്രത്യേക സംഭവങ്ങളാണ് നമ്മൾ സെൻട്രൽ ഇന്ത്യയിൽ മൊത്തം. അപ്പോൾ ഡ്രൈവർ കുറച്ച് നേരം ഓടിക്കൂ. ഡ്രൈവർ പിന്നെ ചുമ കാരണം കുറച്ച് ദിവസം റെസ്റ്റാ. ചുമക്കാൻ തന്നെ നേരം തികയില്ല. തങ്കും കുറച്ച് നേരം കിടന്നോ? അപ്പോൾ 5:30 നമ്മൾ ഇൻഡോർ നഗരത്തിലെത്തി. നമ്മുടെ മാപ്പ് കാണിച്ചിരുന്നത് 500 കിലോമീറ്റർ 9 മണിക്കൂറായിരുന്നു. പക്ഷെ നമ്മൾ 8 മണിക്കൂറിലെത്തി. കാരണം ആഗ്ര മുംബൈ എക്സ്പ്രസ് വേ ആയിരുന്നല്ലോ, നല്ല അടിപൊളി റോഡായിരുന്നു. NH46 AH47 കാണിക്കുന്ന റോഡ്. അപ്പോൾ നമ്മളിന്ന് വളരെ നേരത്തെ എഴുന്നേറ്റ് ഗ്വാളിയർ ഫോർട്ടൊക്കെ വെയിൽ ആവണയിൽ മുമ്പ് ഓടി നടന്ന് കണ്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് 10:30 ഇറങ്ങിയതാണല്ലോ. നമ്മൾ ഗ്വാളിയർ സിറ്റിയുടെ അവസ്ഥ വിശദമായി കാണുകയും ചെയ്തു. ഇങ്ങനെ വേസ്റ്റൊക്കെ നിറഞ്ഞ് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം, തീരെ മാനേജ്മെന്റ് ഇല്ലാത്തത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ക്ലീൻ ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നമ്മൾ കാണുന്നത്. ഇൻഡോറിൽ നോക്കിയപ്പോൾ ഇൻഡോർ ഇസ് ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. പറയുമ്പോൾ രണ്ടും മധ്യപ്രദേശിലാണ്, പക്ഷെ 2 എക്സ്ട്രീംസ് ആണ്. നമ്മൾ ഇൻഡോറിൽ ഒന്ന് കിടന്നുറങ്ങി നാളെ കാലത്ത് എനിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആഗ്ര മുംബൈ ഹൈവേ കൂടെ തന്നെയാണ് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യേണ്ടത്. അതുകൊണ്ട് ജസ്റ്റ് വല്ലാണ്ട് ദൂരം ഓടാണ്ട് നമ്മൾ ജസ്റ്റ് ഒരു റൈറ്റ് ടേൺ എടുത്ത് AB റോഡിൽ കൂടെ ഇങ്ങനെ പോയി. ഇന്നർ റിംഗ് റോഡിലെ ഒരു ഹോട്ടലാണ് ഹോട്ടൽ ത്രിവന. ന്യൂ ആൻഡ് അഫോർഡബിൾ, അതാണ് ഹൈലൈറ്റ്. പിന്നെ പാർക്കിംഗ് ഉണ്ട്. സൈഡിൽ ഇഷ്ടംപോലെ ഇതിലുണ്ടല്ലോ. മണൽ വരെ മാറ്റി കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് പണി കഴിഞ്ഞിട്ടുള്ളൂ. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ മുന്നിലൊരു ഷട്ടർ സ്പേസാണ് കാണാം, പക്ഷേ എൻ്റെ സൈഡിൽ കൂടെയാണ് എൻ്റെ എൻട്രി ഫയർ. നല്ല റൂംസ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റ്, എവറിത്തിങ് ന്യൂ എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ചെറിയ റൂംസ് ആണ്, പക്ഷെ എല്ലാം കൊള്ളാം. ബാത്റൂമും കൊള്ളാം, മതി. അപ്പോൾ പാർപ്പിടം കിട്ടി, ഇനി ഭക്ഷണം. ഇതൊരു അസോർട്ടഡ് ആണ്. അപ്പോൾ ഏത് ഭാഗം ഞാൻ കഴിക്കണം? സോസേജിന്റെ ഭാഗം കഴിച്ചോളാം. അപ്പോൾ ഉണ്ടിരിക്കുമ്പോൾ ഒരു വിളി തോന്നി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പട്ടണം ഒന്ന് ചുറ്റി കാണാമെന്ന് പെട്ടെന്നൊരാഗ്രഹം. അപ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങി. ഈ വണ്ടിയിൽ വേറൊരു വണ്ടി 6 മിനിറ്റിന് 35 മിനിറ്റ് കാണിക്കുന്നത്, അല്ല 6 കിലോമീറ്ററിന്. അപ്പോൾ പിന്നെ നമുക്കൊന്ന് ഊബർ എടുത്ത് നമുക്കൊക്കെ റിലാക്സ് ചെയ്ത് പോകാലോ. ഇൻഡോർ സിറ്റി ഒന്നും ചുറ്റിക്കറങ്ങാം ചുമ്മാ. എല്ലാം അടച്ചു. ഒരു രാജ്വാഡ പാലസ് ഉണ്ട്, രാജ്ബാഗ് പാലസ് ഉണ്ട്, പക്ഷെ എല്ലാം അടച്ചു. നമ്മള് ഊബർ റെന്റലാണ് എടുത്തത്. 2 hours 20 kilometers. വേറെ സ്ഥലങ്ങളിൽ പോവാണെങ്കിൽ രണ്ടും ക്രോസ് ചെയ്യും. പിന്നെ അതിന് വേറെ റേറ്റ് ഉണ്ട്. അതെ, പിന്നെ നമ്മളെത്തായാലും 500 കിലോമീറ്റർ ഓടിച്ച് വന്നോളൂ. ഇനി ഇന്ത്യ തിരക്കിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വയ്യ. ആവശ്യമില്ലാതെ പോക്കാണത്. ചുമ്മാ കാണാനുള്ള പോക്കാണ്. അത് നമുക്ക് എനിക്കും എല്ലാവർക്കും പറഞ്ഞിരിക്കുള്ളൂ. ഇൻഡോർ വരെ എത്തി. ഇൻഡോറിൽ വന്നിട്ട് കണ്ടില്ല എന്ന് പറയുന്നത്. ഇൻഡോറിൽ വന്നവൻ ഔട്ട്ഡോർ ആവണല്ലോ, നടക്കണല്ലോ. കാരണം ഇൻഡോർ സിറ്റിയില്ലേ വളരെ ക്ലീൻ സിറ്റി, 8 വർഷത്തോളം ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ എന്ന് പേര് അവാർഡ് മേടിച്ചേക്കുന്നതാണ്. 8 consecutive years ആയിട്ട് അവരാണ് ഇന്ത്യാസ്. അത് കാണാനും കേട്ടോ, നല്ല നീറ്റാണ്. അത്യാവശ്യം ഗ്വാളിയറിന് വരണ കാരണം ഭയങ്കര വ്യത്യാസമാണ്. ചവറായിരുന്നു അത് വന്നപ്പോൾ. നല്ല സിവിക് റെസ്പോൺസിബിലിറ്റി ഭാഗമായിട്ടാണ് അവരിങ്ങനെ ക്ലീൻനെസ് കീപ്പ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു ഗുണമുണ്ട്. അപ്പം കാണണല്ലോ. പിന്നെ IIM ഉണ്ട്, IIT ഉണ്ട്. IIM ഒരു സ്ഥലത്തുള്ള ഏക സിറ്റിയാണ് ഇൻഡോർ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം. എല്ലാം ഇൻഡോറിലാണ്. ഇവിടെ എല്ലാം ഉണ്ട്. പ്രതിമകളൊക്കെ ഉണ്ട്. പുള്ളിനെ പല സ്ഥലത്തും കണ്ടു. മധ്യപ്രദേശിന്റെ ഒരു മെയിൻ ക്യാരക്ടറാണ്. ആരും ചോദിച്ചു നോക്കിയേ. स्टैचू है ना, वो स्टैचू वो कौन है, किसका है वो पता नहीं मुझे। आप इधर की है ना?
भाई यहाँ का तो मैं जब हम इंडिया के हर कोने का राजा माना जाएगा थोड़ी पता है। हमको जानता है तो आपकी देश है ना, तो मैंने सोचा आपको पता है. മഹാരാജാ ഛത്രസാൽ ബുണ്ടേല, ആ പുള്ളിയാണ് ഈ പുള്ളി. നമ്മുടെ ടാക്സി ചേട്ടൻ വളരെ തുറന്ന മനസ്സോടെ സമ്മതിച്ചു. എനിക്കറിയില്ല, ഇവിടെ പല രാജാക്കന്മാരും കുന്തം പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അവരൊന്നും അറിഞ്ഞിട്ട് എനിക്കൊരു കാര്യമില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. നല്ലൊരു ശുദ്ധമായ മനുഷ്യൻ. അപ്പൊ നമ്മുടെ ഗൂഗിൾ പറഞ്ഞു അങ്ങനെ. ബുണ്ടേല രാജവംശം വളരെ ഫേമസ് അല്ലേ? ചരിത്രം പഠിച്ചേണ്ട ഓരോ പ്രശ്നങ്ങളാ. നല്ല ഭംഗിയുള്ള സിറ്റി. അതിനൊരു സിസ്റ്റം ഉണ്ടാവുന്നേ. അത് ശരിക്കും പറഞ്ഞാൽ മേയർ എന്ന് പറഞ്ഞല്ലോ. पब्लिक ऐसे क्लीनलीनेस में जागरूक है. जागरूक है जब तो क्लीननेस है. इट्स नाइस. अच्छी है. ആള് പറയുന്ന കോർപ്പറേഷനും അതെ ജനങ്ങളും അത് ഒരേപോലെ കട്ടയ്ക്ക് നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്. ആൾക്കറിയാം. Indore currently holds the undisputed crown as India's premier benchmark for urban management, recognized as the #1 cleanest city in the country's elite Super Swachh League. As the financial commercial epicenter of Madhya Pradesh, the city has successfully transitioned from a regional trading hub into a high-tech, sustainably driven national role model. നല്ല തിരക്കിന്റെ സമയമാണ് കേട്ടോ. നമ്മൾ ഊബർ എടുത്ത് നന്നായി, നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ ഇന്ന് കാണാൻ പറ്റി. നോക്കൂ പടം ഇങ്ങനെ വരണത്. ഇൻഡോർ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള സിറ്റിയാണ് നമ്മുടെ മധ്യ ഇന്ത്യയിലത്തെ മൊത്തം. മധ്യപ്രദേശിലെ ഏറ്റവും വലിയ സിറ്റിയാണ്. ഇവിടുത്തെ കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്. ഇവിടെ ധാരാളം ഇൻഡസ്ട്രികളും കോർപ്പറേറ്റ് ഓഫീസുകളൊക്കെ ഉണ്ട്. ടാറ്റമോനെ. ഇത് പുരാതന കാലം മുതൽ ഡെക്കാൻ പീഠഭൂമിയും നമ്മുടെ തലസ്ഥാനം തമ്മിലുള്ള ഒരു ട്രേഡ് റൂട്ടായിരുന്നു. ഇപ്പോഴും ബോംബെക്കും ഡൽഹിക്കും ഇടയിലുള്ള ഒരു ഫിനാൻഷ്യൽ ആൻഡ് ട്രേഡ് ഹബ്ബായിട്ടാണ് ഇൻഡോറിന്റെ സ്ഥാനം. പിന്നെ സെൻട്രൽ ഇന്ത്യയിൽ നമ്മൾ ഇവിടെ വന്നപ്പോഴും നല്ല വണ്ടികളും ഒക്കെ കണ്ടു തുടങ്ങിയത്. ഇതുവരെ ടോട്ടയും അതുപോലെ കണ്ടം വെക്കാറായ വാഹനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഫാർമസ്യൂട്ടിക്കൽ, ടെക്സ്റ്റൈൽസ്, ഓട്ടോമോട്ടീവ് സെക്ടേഴ്സിന് പുറമെ IT, എഞ്ചിനീയറിംഗ് സെക്ടേഴ്സും ഒക്കെ ആയിട്ട് എക്കണോമിക് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ഇൻഡോറിലുണ്ട്. നല്ല ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഇൻഡോറിലത്തെ കാവിലെ ഉത്സവം നടക്കുന്നുണ്ട്. ഇനി വേണം അന്നം. ചോറും പരിപ്പ അങ്ങനെയല്ല. ഇവിടെ ചോറും പരിപ്പും റോട്ടിലിട്ടാ നല്ലവരെ കഴിക്കില്ലേ? നല്ല വൃത്തിയാണ്. ഇത്ര വൃത്തിയുള്ള റോഡുകൾ നമ്മുടെ റോഡ് ട്രിപ്പിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ലല്ലോ. വൃത്തി കണ്ടിട്ട് ഓടില്ലാന്ന് തോന്നുന്നു. ശയന പ്രദർശനം. പൗരാണികമായിട്ടുള്ള മാൾവ റീജിയന്റെ ഭാഗമായിരുന്നു ഇൻഡോർ ആദ്യം. അത് ഒരുപാട് രാജവംശങ്ങൾ മാറി മാറി ഭരിച്ചിട്ടുണ്ട്. പക്ഷേ 18ാം നൂറ്റാണ്ടിൽ മറാത്ത രാജവംശം വന്നതോടുകൂടിയിട്ടാണ് ഇൻഡോറിന് ഒരു വികസനത്തിലേക്കുള്ള വഴി തുറന്നത്. ഇതിന്റെ പേര് സന്ത് രവിദാസ് ഗേറ്റ് എന്നാണ്. സന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിന്റ് അല്ലേ, പക്ഷേ അത് നോക്കിയപ്പോൾ മാപ്പിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയണില്ല. ജസ്റ്റ് ഒരു മിൽ റോഡിനടുത്തുള്ള ഒരു ലാൻഡ് മാർക്ക് എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഹോൾക്കർ രാജവംശത്തിന്റെ ഭരണമാണ് ഇൻഡോറിന്റെ മുഖച്ഛായ മാറ്റിയെന്ന് തന്നെ പറയാം. അവര് ഇൻഡോറിനെ മാൾവയുടെ എപ്പിസെന്ററായിട്ട് വികസിപ്പിച്ചെടുത്തു. അതിൽ തന്നെ മൽഹർ റാവു ഹോൾക്കറും അഹില്യാബായി ഹോൾക്കറുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധിപന്മാര്. കൃഷ്ണപുര ഛത്രി 19ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ ഹോൾക്കർ രാജാക്കന്മാരുടെ കുടീര സ്തംഭങ്ങളാണ്. പല തലമുറകൾ ഇതിന്റെ ഉള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. 5 മണിക്ക് ക്ലോസ് ചെയ്തെങ്കിലും ഉള്ളിൽ ലൈറ്റ് ഉണ്ട് ഇപ്പോഴും. ഇതിന്റെ സൈഡിൽ കൂടെ സരസ്വതി നദി ഒഴുകുന്നുണ്ട്. കൃഷ്ണബായി രാജ്ഞിയുടെ പേരിൽ നിന്നാണ് കൃഷ്ണപുരം ഛത്രി എന്ന പേര് കിട്ടിയത്. ആ കാണുന്നത് മഹാരാജ ശിവാജി റാവു ഹോൾക്കർ ഛത്രി. ഇൻഡോറിൽ ധാരാളം സ്ഥലങ്ങൾ കാണാനുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. നമ്മൾ നമ്മുടെ തിരിച്ചുള്ള യാത്രയുടെ ഇടയിൽ ഒന്ന് രാത്രി എടുക്കാൻ നിന്ന സ്ഥലമാണല്ലോ ഇൻഡോർ. പക്ഷേ ഒന്ന് ഡ്രൈ റൗണ്ട് ചെയ്യാമെന്ന് മാത്രം. ഇൻഡോറിൽ മാർക്കറ്റുകൾ വളരെ ഫേമസ് ആണ്. വലിയൊരു മാർക്കറ്റാണിത്. ഇവിടെ ഫുഡ് ക്യാപിറ്റൽ ഓഫ് മധ്യപ്രദേശ് എന്നും കൂടി അറിയപ്പെടുന്ന സ്ഥലമാണ് ഇൻഡോർ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി തുറക്കുന്ന ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റുകളുണ്ട്. അതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ചിലതാണ് സറഫ ബസാർ, ചപ്പൻ ദൂക്കാൻ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ രജുവാഡ പാലസ് എത്തി. രജുവാഡ പാലസ് ഒറ്റ നോട്ടത്തിൽ ഹവാമഹൽ പോലെ എനിക്ക് തോന്നിയിട്ടോ. അതിൻ്റെ ആ മൾട്ടി സ്റ്റോറി നിൽപ്പും ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള സെറ്റപ്പ് ഒക്കെ കാരണമായിരിക്കും തോന്നിയത്. ഹോൾക്കർ രാജവംശത്തിന്റെ സ്ഥാപകനായിട്ടുള്ള മൽഹർ റാവു ഹോൾക്കർ 18ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച റോയൽ പാലസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണിത്. ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിൽ മുഗൾ, മറാത്ത വാസ്തുവിദ്യകളുടെ ഒപ്പം തന്നെ ഫ്രഞ്ച് ആൻഡ് യൂറോപ്യൻ ഇൻഫ്ലുവൻസസും കൂടി ഉൾച്ചേർത്തിട്ടുണ്ട്.
देख सकते हो, देख सकते हो നോക്കിക്കോളാൻ. पूरा बंद है. आप ये उधर जाइए, मैं एक राउंड. അവിടെ നിർത്താൻ പറ്റില്ല, പോലീസ് പിടിക്കുന്നു പറഞ്ഞ് പുള്ളി ഒരു റൗണ്ട് അടിക്കാൻ പോയി, നമ്മളോട് ഇറങ്ങി. ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ. മാൾവയുടെ പുതിയ ക്യാപിറ്റലായിട്ട് ഇൻഡോറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മൽഹാർ റാവു ഹോൾക്കർ പണിത റോയൽ പാലസ് ആണിത്. ഇതിന്റെ 7 നിലകൾക്ക് വളരെ പ്രത്യേകതയുണ്ട്. ആദ്യത്തെ 3 നിലകൾ കരിങ്കല്ലുകൊണ്ട് ഹെവി മേസൺറിയിലാണ് പണിതിട്ടുള്ളത്. നമുക്ക് കണ്ടറിയാൻ പറ്റും. അതേസമയം മുകളിലെ 4 നിലകൾ കൂടുതലും മരം ഉപയോഗിച്ചിട്ടുള്ള പണികളാണ്. നല്ല കൊത്തുപണികളും ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കാവിങ്സും ആർച്ച്ഡ് വിൻഡോസ് ഒക്കെ ആയിട്ട്. ആ വ്യത്യാസം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം. കളർ ഡിഫറൻസ് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാഗ്നിഫിസെന്റ്. गांधी हाल जो है ना, वो कोर्ट है. वो Good. हाँ, कोर्ट हाई कोर्ट जैसे हाँ, होता है ना, हाँ, वो है. उधर लाइट होती है ना. नहीं, മാപ്പിൽ നോക്കിയപ്പോൾ ഗാന്ധി ഹാൾ രാത്രി ലൈറ്റപ്പ് ചെയ്ത് കാണാനൊക്കെ നല്ല സ്റ്റൈലാണെന്നൊക്കെ കണ്ട് നമ്മൾ നോക്കിയതാണ്. പക്ഷേ അവിടെ ലൈറ്റൊന്നും ഇല്ല. നമ്മൾ തിരിച്ചു പോവാണ്, മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ തിരിച്ചു പോവാണ്. അത്യാവശ്യം ഒരു ബെൽറ്റ് മേടിക്കാനുണ്ട്, ജോൺസന്റെ ബെൽറ്റ് പൊട്ടി കാരണം. അപ്പം അങ്ങനെ 1-2 ചെത്തൂത്ത് സംഭവങ്ങളൊക്കെ മേടിച്ചതായത്. അതിനൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഷൂ സെന്റേഴ്സ് അങ്ങനെയൊക്കെ. ഇങ്ങനെ പല സിറ്റികളിലെ പലതരം മാർക്കറ്റുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഷോപ്പിങ്ങിനായിട്ട് തന്നെ കുറച്ച് സമയം ചെലവഴിച്ചാൽ നല്ലതാണ്. പക്ഷെ നമ്മുടെ യാത്രകളിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു സമയം കണ്ടുപിടിക്കാൻ പറ്റാറില്ല. ഇന്ത്യ ഭയങ്കര വാസ്റ്റ് അല്ലേ. ഭയങ്കര ഒരു തിരക്ക് ഇങ്ങനെ കഴിയണില്ല. സമയം 10 മണിയാണ്. നമ്മൾ 7 മണിക്ക് ഇറങ്ങിയതാണ്. ദേ പോയി എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് നന്നായിട്ട് സമയം എടുത്തു. പക്ഷെ ഇൻഡോർ സിറ്റി തന്നെ നല്ല വിസ്തരിച്ച് കാണാൻ പറ്റി. ഇപ്പോൾ നമ്മൾ നോക്കണത് വഴിയിലെങ്ങാനും വല്ല വേസ്റ്റ് കിടക്കുന്നുണ്ടോ, പേര് കളയാനായിട്ട് വല്ലവരും പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെയാണ്. ഇനി വൃത്തിയുടെ കാര്യം പോലെ തന്നെ ട്രാഫിക്കിൽ റോഡിൽ അനാവശ്യമായിട്ടുള്ള ഹോണടി ഒന്ന് നിരോധിക്കാനുള്ള സംഭവം കൂടി ചെയ്യുകയാണെങ്കിൽ, അതിനൊരു ബോധവൽക്കരണമൊക്കെ നടത്തുകയാണെങ്കിൽ ഇൻഡോർ നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 സിറ്റി ആവുന്നുള്ള ഒരു സംശയമില്ല. വി ഹാഡ് എ ലോങ് ഡേ ആക്ച്വലി. നമ്മളിന്ന് കാലത്ത് 5:30 മുതൽ തുടങ്ങിയ പരിപാടിയാണ്. ഗ്വാളിയർ ഫോർട്ട് മുഴുവൻ കണ്ടു തീർത്ത് പിന്നെ ഇത്രയും ഓടി 500 കിലോമീറ്റർ ഇങ്ങനെ പറന്ന് ഇങ്ങോട്ട് എത്തി. ഇപ്പോൾ രാത്രി ഇൻഡോർ കാണാൻ. പക്ഷേ വന്നത് നന്നായി. കാരണം ഇങ്ങനെ ഇപ്പം അടിച്ചു വാരിയിട്ട പോലെയുള്ള വൃത്തിയുള്ള ഈ വഴിയോരങ്ങളൊക്കെ കണ്ടുപോകാൻ വേറെ എവിടെയും പറ്റില്ലല്ലോ. നല്ല ക്ലീൻ സിറ്റിയാണ്. അത് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറേ ഒരു നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് നടത്തുന്നുണ്ടെന്ന് നമ്മൾ നോക്കിയപ്പോൾ കിട്ടി. ഭയങ്കര ഫൈനുകളുണ്ട്. അതുപോലെ ക്ലീനിങ്, ഡെയിലി പ്രഷർ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. ഫുഡ് സ്ട്രീറ്റുകളൊക്കെ ഡെയിലി നൈറ്റിൽ റോഡ് മുഴുവൻ ക്ലീൻ ചെയ്യും. അത് കേട്ടപ്പോൾ കുളിരായി. ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്ഥലം നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടല്ലോ ക്ലീൻലിനെസ്സിൻ്റെ കാര്യത്തിൽ. പിന്നെ ക്ലീൻലിനെസ് ഓഫീസറുണ്ട്. MVD പോലെ പെട്രോളിംഗ് ഒക്കെ നടത്തി എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉടനെ റിപ്പോർട്ട് ചെയ്യുന്നു, ഇൻസ്റ്റൻ്റായിട്ട് ഫൈൻ അടിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു തീവ്രമായ പരിശ്രമം കൊണ്ട്, ഫോളോ അപ്പ് കൊണ്ട് മാത്രമാണ് നമുക്ക്. പിന്നെ അതിന് ജനം അതിനോട് സഹകരിക്കണം. നമ്മൾ ടാക്സിക്കാരൻ പറഞ്ഞ പോലെ കോർപ്പറേഷൻ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ ജനങ്ങളും ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ. അല്ലാണ്ട് ഒന്നും ആർക്കും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ, വൃത്തി പ്രത്യേകിച്ചും. അപ്പോൾ എന്തായാലും ഗ്വാളിയർ വലിയ കോട്ടയുള്ള ബാബർ ഗ്വാളിയർ ഫോർട്ടിനെ പറഞ്ഞിട്ടുള്ളത് ദ പേൾ ഓഫ് ഓൾ ദ ഫോർട്ട്സ് ഓഫ് ഹിന്ദ് എന്നാണ്. ഇന്ത്യ മഹാരാജ്യത്തിലെ കോട്ടകളിലെ പേളാണെന്ന് പറഞ്ഞത്. അത്ര അടിപൊളിയായിട്ടുള്ളൊരു നല്ല ഗ്രാൻഡറുള്ളൊരു സാധനമാണ് ഗ്വാളിയർ ഫോർട്ട്. പക്ഷേ ആ ഫോർട്ട് മാത്രമേ ഉള്ളൂ അവിടെ. അതിന് ചുറ്റും തൊട്ട് ആ സിറ്റി മുഴുവൻ, സിറ്റി തന്നെ വിളിക്കാൻ തോന്നണില്ല. ഭയങ്കര മോശമാണ് ഗ്വാളിയർ നഗരത്തിൻ്റെ അവസ്ഥ. തീരെ വൃത്തിയില്ലാണ്ട് ഇങ്ങനെ ശരിക്കും ഗാർബേജ് ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇങ്ങോട്ട് എത്തിയപ്പോൾ മധ്യപ്രദേശ് തന്നെയാണ്, പക്ഷേ വേറൊരു മുഖം. അപ്പം അങ്ങനെ ഇൻഡോർ പര്യടനം ചെറിയ സമയം കൊണ്ട് ഉഷാറായി അല്ലേ. മോസ്റ്റ് ഫ്ലാറ്റ് നാളെ 6 മണിക്ക് അല്ല 7 മണിക്ക് 7 മണിക്ക് നമുക്ക് വണ്ടി വിടണം. നമുക്ക് ഒരു 7.5-8 മണിക്കൂർ ഓടി അജന്ത കേവ്സിലെത്തണം. എന്നിട്ട് നാളെ തന്നെ കേവ്സ് കാണുകയും വേണം. ഇനി നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഏർലി മോർണിംഗ് ഇറങ്ങി ഒരു 2 മണിയോടുകൂടി 1 മണി 2 മണിയോടുകൂടി മാക്സിമം അജന്തയിലെത്താം എന്ന് വിചാരിക്കുന്നു. 360 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ അത്ര നല്ല റോഡെല്ലാം ആണു. 7.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. Day 28. Signing off from FTT Family Travel Trails. Good night.